സ്ത്രീ സുരക്ഷാ പെൻഷന്റെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ. 18 ലക്ഷം പേർക്കുള്ള സ്ത്രീ സുരക്ഷാ പെൻഷന്റെ പെൻഡിംഗ് തുക 1000 അക്കൗണ്ടുകളിൽ എത്തിത്തുടങ്ങി. LDF സർക്കാരിന്റെ കാലത്ത് മുടങ്ങിയ പെൻഷൻ തുകയാണ് ഇപ്പോൾ കൊടുത്തു തുടങ്ങുന്നത്. 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുള്ള സ്ത്രീകൾക്കാണ് ഈ പെൻഷൻ ലഭിക്കുന്നത്. UDF സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ സ്ത്രീ സുരക്ഷാ പെൻഷന്റെ പേര് മാറ്റുന്നു. പുതിയ പേര് വീട്ടമ്മ പെൻഷൻ എന്നാണ്. തുക 1000 രൂപയിൽ നിന്ന് 3000 രൂപയാക്കുന്നു. പ്രായം 35 നിന്നും 18 വയസ്സാക്കുന്നു. ഈ മാറ്റം 2026 ജൂലൈ 1 മുതൽ നടപ്പിലാക്കും. 2026 മെയ് 20 മുതലാണ് ഏപ്രിൽ മാസത്തെ കുടിശ്ശിക 1000 രൂപ കൊടുത്തു തുടങ്ങുന്നത്. ആദ്യം ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്കാണ് വരുന്നത്. പിന്നീട് സഹകരണ ബാങ്ക് വഴി വീട്ടിലേക്ക് കൊണ്ടുവരും. ജൂൺ 15 മുതൽ 18 ലക്ഷം പേർക്കും ഈ ഒരു എമൗണ്ട് കൊടുത്തു തീർക്കും എന്നാണ് സാമൂഹിക നീതി വകുപ്പ് പറയുന്നത്. ജൂൺ 15 കഴിഞ്ഞിട്ടും എമൗണ്ട് വന്നില്ല എങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്യണം. ആദ്യത്തെ കാര്യം, പഞ്ചായത്തിൽ പോയി അന്വേഷിക്കുക, അല്ലെങ്കിൽ ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക. മൂന്നാമത്തെ കാര്യം, വെബ്സൈറ്റിൽ കയറി ആധാർ നമ്പർ അടിച്ച് സ്റ്റാറ്റസ് പരിശോധിക്കുക. പെൻഡിംഗ് എന്ന് കാണുന്നുണ്ടെങ്കിൽ പെൻഷൻ അദാലത്തിൽ പറഞ്ഞാൽ മതി. UDF പ്രകടന പത്രികയിൽ 11ാം വാഗ്ദാനമാണിത്. സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000-ൽ നിന്നും 3000-ലേക്ക് ആക്കും. പേര് വീട്ടമ്മ പെൻഷൻ എന്നാകും. പ്രായം 35-ൽ നിന്നും 18 കുറയ്ക്കും. 2026 ജൂൺ 15-ന് UDFന്റെ ആദ്യ ബഡ്ജറ്റ് വരും. 2026 ജൂലൈ 1 മുതൽ 3000 രൂപ കിട്ടിത്തുടങ്ങും. ജൂലൈ 1-ന് ജൂൺ മാസത്തെ പെൻഷൻ 3000 രൂപ. പുതിയ നിയമങ്ങൾ പ്രകാരം 4 തരം റേഷൻ കാർഡ് ഉള്ളവർക്കും ലഭിച്ചു തുടങ്ങും. മഞ്ഞ കാർഡ്, പിങ്ക് റേഷൻ കാർഡ്, നീല കാർഡ്, വെള്ള റേഷൻ കാർഡ്. ഈ 4 കാർഡിൽ പേരുള്ള 18 വയസ്സ് തികഞ്ഞ എല്ലാ സ്ത്രീകൾക്കും 3000 രൂപ കിട്ടിത്തുടങ്ങും. ഇതിൽ സർക്കാർ ജോലി ഉള്ളവർക്ക് ലഭിക്കുന്നതല്ല. സ്വകാര്യ ജോലി ഉള്ളവർക്ക് ശമ്പളം മാസം 10000 രൂപയിൽ കുറവാണെങ്കിൽ ലഭിക്കും. ഇൻകം ടാക്സ് അടയ്ക്കുന്നുണ്ടെങ്കിൽ ലഭിക്കുന്നതല്ല. വീട്ടമ്മമാർ, കൂലിപ്പണിക്കാർ, തൊഴിലുറപ്പ് ചെയ്യുന്ന എല്ലാവർക്കും ലഭിച്ചു തുടങ്ങും. കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേമ പെൻഷനായിട്ട് ഇത് മാറും. 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള പുതിയ ആളുകൾക്ക് ജൂലൈ 1 മുതൽ അപ്ലൈ ചെയ്യാം. അക്ഷയ സെന്ററുകളിലോ പഞ്ചായത്തുകളിലോ ഓൺലൈൻ സെന്ററുകളിലോ അപ്ലൈ ചെയ്യാം. ഇനി ഇതിന് വേണ്ട ഡോക്യുമെന്റ്സ് ആധാർ കാർഡ്, റേഷൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇത്രയും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്താൽ മതി. അപ്ലൈ ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ തന്നെ പെൻഷൻ സാങ്ഷനാകും. അതിന്റെ അടുത്ത മാസം തന്നെ 3000 രൂപ അക്കൗണ്ടിൽ എത്തും. ഇതുപോലുള്ള ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.